പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ പനിനീരുതിരും രാവിൽ കുരുവീണക്കുരുവി കുരുവീണക്കുരുവി. പാലരുവി എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ പഴയ പാട്ടാണ്. ഞങ്ങൾ ഇന്ന് പാലരുവി വാട്ടർഫോൾസ് കാണാൻ പോയി. ഈ പാലരുവി വാട്ടർഫോൾസ് പുനലൂരിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരെയാണ്. അതായത് പുനലൂരിൽ നിന്ന് തെന്മല ഡാം വഴി പോയാൽ 35 കിലോമീറ്റർ. പോണ വഴിക്കാണ് തെന്മല ഡാം. പോകുന്നവർക്ക് അതും കാണാനുള്ള സൗകര്യമുണ്ട്. നമ്മളപ്പോൾ പാലരുവിയുടെ പാർക്കിംഗ് ലോട്ടിലെത്തി. 70 രൂപ നിരക്കിൽ ടിക്കറ്റും പാർക്കിങ്ങിന് ഒരു കാറിന് 60 രൂപ വെച്ചും ടിക്കറ്റ് എടുക്കണം. അതുപോലെ അവിടെ എക്കോ ഷോപ്പിൽ തേന് വനവിഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആ പേര് പറയുന്ന പോലെ തന്നെ ആ വെള്ളം പാല് പോലെയുള്ള പതഞ്ഞ് ചാടുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഉയരത്തിൻ്റെ കാര്യത്തിൽ 32ാമത്തെ സ്ഥാനത്തുള്ള വെള്ളച്ചാട്ടമാണ്. ഗേറ്റിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി ഈ കാണുന്ന പാർക്കിങ്ങിൽ വണ്ടിയിട്ട് അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറും ഒരു എക്കോ ഷോപ്പും ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്താൽ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവരുടെ ബസ്സുകളിൽ നമ്മെ 4 കിലോമീറ്റർ ദൂരമുള്ള വെള്ളച്ചാട്ടത്തിന് സമീപം എത്തിക്കും. ഇത് വനത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് വനത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് പ്രൈവറ്റ് വാഹനങ്ങൾ അനുവദിക്കുന്നില്ല. ഇവിടെ ഈ കാണുന്നത് ഒരു ടൂറിസ്റ്റ് റിസോർട്ടാണ്. വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് റിസോർട്ടാണ് നാം ഇപ്പോൾ കണ്ടത്. ഇവിടെ വന്നാൽ ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് മുതൽ നമ്മൾ എത്തിച്ചേരുന്ന വെള്ളച്ചാട്ടം വരെയുള്ള സ്ഥലം വളരെ വൃത്തിയായി വനം വകുപ്പ് കീപ്പ് ചെയ്യുന്നു. അതിനായി ഒരുപാട് ജോലിക്കാരെ ഞങ്ങളവിടെ കണ്ടു. ആ കാര്യത്തിൽ വനം വകുപ്പിനെ അഭിനന്ദിച്ചേ മതിയാവും. മറ്റു വകുപ്പുകൾക്കും അത് ഒരു മാതൃകയാണെന്ന് തോന്നുന്നു. ഇവിടെ വരുന്നവർ രാവിലെ 9 മണിക്ക് എത്തുക. 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഈ സർവീസ് ഉള്ളത്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്കാണ്. ചിലപ്പോൾ നാം ക്യൂ നിൽക്കേണ്ടി വരും. ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് തന്നെ ബസ്സിൽ കയറേണ്ടി വരും. ഒരു ബസ് പോയാൽ 2-3 ബസ് ഇവിടെയുണ്ട്. ഓരോ ബസ്സും 4 കിലോമീറ്റർ ദൂരം പോയി ആളെ ഇറക്കി അവിടുന്ന് ആളെ കയറ്റി തിരിച്ചു വന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ട്. അതനുസരിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വരണം. വെള്ളച്ചാട്ടത്തിന് സമീപം ഒരു ചെറിയ ടീ ഷോപ്പുണ്ട്. അവിടെ ചായയും ചെറുകടികളും മാത്രം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വെള്ളമോ ചെറിയ ആഹാരങ്ങളോ ഒക്കെ ആയി വരുന്നത് നന്നായിരിക്കും. ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ കുറച്ച് ദൂരം നാം ഈ വഴിയിൽ കൂടെ നടക്കണം. നടന്നാലേ വെള്ളച്ചാട്ടത്തിന് സമീപം എത്തുകയുള്ളൂ. വെള്ളച്ചാട്ടത്തിന് സമീപം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുളിക്കുവാനുള്ള സാഹചര്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ വെള്ളച്ചാട്ടം കുത്തി വീഴുന്ന സ്ഥലത്ത് തന്നെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ സുരക്ഷ പ്രമാണിച്ച് ഇപ്പോൾ വെള്ളച്ചാട്ടം വീഴുന്ന സ്ഥലത്ത് കുളിക്കാൻ അനുവദിച്ചിട്ടില്ല. അവിടം വേലി കെട്ടി തിരിച്ചിരിക്കുന്നു. വെള്ളം ഒഴുകി താഴോട്ട് വരുന്ന സ്ഥലത്ത് കുളിക്കുവാൻ വേണ്ടി ഉള്ള സൗകര്യമുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാൻ സ്ത്രീകൾക്കായി പ്രത്യേക റൂമുണ്ട്.
നാം വെള്ളച്ചാട്ടം കണ്ട് തിരികെ വരുമ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സുകൾ മിക്കവാറും റെഡിയായിരിക്കും. അതിനും ഒരു ക്യൂ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ തിരക്കായത് കാരണം ആദ്യം വരുന്നവർക്ക് ആദ്യം പോകാവുന്ന രീതിയിൽ ഒരു ക്യൂ സിസ്റ്റം അവർ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പാല് നിറമുള്ള വെള്ളം. പാലരുവി എന്ന പേര് വരാൻ കാരണം ഇതാണ്. ഗവൺമെൻറ്റേത് കൂടാതെ ധാരാളം ചെറിയ ചെറിയ ഹോം സ്റ്റേകളും ചെറിയ ഹോട്ടലുകളും ഇതിന് സമീപം ഉണ്ട്. വന്ന് താമസിക്കേണ്ടവർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന് 90 മീറ്റർ അഥവാ 300 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. വൺ ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്.